ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ എന്തെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ചേമ്പ് വിത്ത് എങ്ങനെയാണ് ചാക്കിൽ നടുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് നോക്കാമല്ലോ. എല്ലാവർക്കും എൻ്റെ എല്ലാ എൻ്റെ സഹോദരന്മാർക്കും പിന്നെ എൻ്റെ മക്കൾക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ എല്ലാ യൂട്യൂബിലുള്ള എല്ലാ ചാനലിലെ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതെൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം, വീഡിയോ തീരുന്നവരെ കാണണം. എന്നാൽ മാത്രമേ എനിക്ക് കാണൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ എല്ലാ വീഡിയോ കൃത്യമായിട്ട് കാണുക. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് സുഖമില്ലാതെ ഞാനാണ്, എന്നാലും എനിക്കൊന്ന് വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ നല്ല കമൻ്റ് ഇടുക. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരിക, എനിക്ക് വർത്തമാനം പറയുമ്പോഴെല്ലാം എന്തെല്ലോ ശരിക്ക് കിട്ടാതെ പോലെയെല്ലാം ആകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക, എനിക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കുക. എനിക്ക് ചില സമയത്തൊന്നും കഴിയാതെ പോലെയുണ്ട്, അതെല്ലാം എന്തെല്ലോ ക്ഷീണങ്ങളാണ്. അതുകൊണ്ട് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ എത്തിക്കും. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ പിന്നെ കമൻറ്റ് ചെയ്യുക. ഓരോരാളും നന്നായി എന്ന് പറയുക, അല്ലെങ്കിൽ നന്നല്ല ഇന്ന് തെറ്റുണ്ടായിരുന്നു എന്ന് പറയുക. അങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്കും അതൊരു സന്തോഷമാണ്. നിങ്ങളെൻ്റെ കമൻറ്റ് കാണുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കമൻറ്റിൽ ഇട്ടവരെല്ലാം എനിക്ക് കാണുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടവരാണെന്നും എന്നോട് അത്രയും സ്നേഹമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക്. എന്നാൽ മാത്രമേ എനിക്ക് പിന്നെ സബ്സ്ക്രൈബറെല്ലാം കൂടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഇതൊന്ന് തുടങ്ങി നോക്കട്ടെ. ഇതെന്തെല്ലാം അറിയണ്ടേ? ഈ ചേമ്പ് നടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ടേ. ഇത് പൊടിവളം. ഇത് പൊടിവളേ. ഇത് പൊടിവളം കണ്ടാ. ഇത് പൊടിവളം. ഈ ചാക്കിൽ ഇത് വേപ്പും പിണ്ണാക്ക്. ഇത് വേപ്പും പിണ്ണാക്ക്. ഇത് ഇട്ടയിൽ വേപ്പും പിണ്ണാക്ക് കണ്ടാ. വേപ്പും പിണ്ണാക്ക്. ഇത് കുമ്മായം. ഇത് കുമ്മായം. ഇതുണ്ട. ഇത് കുമ്മായം. ഇത് ചകരിച്ചോറ്. ഇത് ചകരിച്ചോറും പിന്നെ ആക്കിയതായിട്ട് ഉണ്ടാ. ചകരിച്ചോറ്. ഇത് ജൈവവളം. എല്ലുപൊടി, പിന്നെ എല്ലുപൊടി, പിണ്ണാക്ക് എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ജൈവവളം. ഇത് എല്ലുപൊടിയുണ്ട്, പിണ്ണാക്കുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി അത് വിട്ടേ. ഇതെല്ലാം കൂടി നമുക്കതിന് കൂട്ടി കലർത്തിയിട്ട് പിന്നെ ഇത് 2 ചേമ്പ് വിത്തായിപ്പോൾ ഞാൻ നടുന്നു. ഇത് കണ്ട 2 ചേമ്പ് വിത്തായിപ്പോൾ ഞാൻ നടുന്നു. ആ 2 ചാക്കിലാണ് നടുന്നത്. ഇത് 2 ചാക്കിൽ ഇതാ. പിന്നെ ഇത് കുറച്ച് ചപ്പ്, അടിയിലൂടെ കുറച്ച് ചപ്പ്, ഉണക്കച്ചപ്പ്, കരിയില. ഇത് കണ്ട, ഇത് നമ്മളെ വാഴേൻ്റെ ഉണങ്ങിയ ഇല, ഉണങ്ങിയ വാഴയില, ഉണങ്ങിയത്. എന്നാൽ ഞാനൊന്ന് തുടങ്ങി നോക്കട്ടെ. ഇത് ഇട്ട് നോക്കാലോ, നമുക്ക് നട്ട് നോക്കാലോ, വാരി ഇട്ട് നോക്കാലോ. ഇതിങ്ങനെ നല്ലവണ്ണം ഇളക്കുക. ഇളക്കി എല്ലാം കൂടി ഒരുപോലെ ഇളക്കി നമ്മൾ ഇതാക്കുക. കേട്ടാ, നല്ല എല്ലാം ചകരിച്ചോറും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് ഇളക്കി, കുമ്മായവും എല്ലാം കൂടി ഇളക്കി വെക്കുക. വേണ്ട, നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി എല്ലാം ഒരുപോലെ ആക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഈ വാഴയില ഇടുക. ആദ്യം അടിയിൽ വേണ്ടേ, ഈ വാഴയില വേണ്ട, ഇത് അതിൻ്റെ അകത്ത് ഇടുക. ഇതിനകത്ത് അടിയിലിടുക. എന്നിട്ട് വെള്ളം താണു പോയിട്ടുണ്ടെങ്കിൽ ആടെ ഇരിക്കണ്ട. എന്നിട്ടാണ് ഇങ്ങനെ ചലിപ്പറ്റാവണ്ട. ഇതെല്ലാം ഇടുക. അതിൻ്റെ മേലെയാണ് വളം ഇടുക. അതിൻ്റെ മേലെയാണ് ഈ ഉണക്ക ചപ്പിടുന്നത്. ഈ ചപ്പ് ഇടട്ടെ. ഈ ചപ്പ് കുറച്ച് വാരി ഇട്ടേ. അതേപോലെ അതിനും വാരിയിട്ടേ. വേണ്ട, ഇതിനും വാരിയിട്ട് 2 ഇപ്പം നടുന്നത്. ഇതാ, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ് ചാക്കിൽ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നടണം, എന്നാൽ മാത്രമേ നമുക്ക് വിളയെടുക്കാൻ കഴിയൂ. നല്ല വിളയായി കിട്ടണമെങ്കിൽ ഇങ്ങനെ നടണം. ഈ ചപ്പും ഈ ഉണക്ക ചപ്പും കൂടി അതിലിടുക.
വേണ്ട അതിനകത്ത് കരിയില്ലാന്ന് പറയും. ഇതും കൂടി അതിലിടുക. വേണ്ട ഇതും കൂടി ഇടുക. ഇതും കൂടി ഇട്ട് ഇനിയിപ്പോൾ എന്നാ വേണ്ടത്, ഇനി ഈ വളം വാരി രണ്ടിലും പപ്പാതിയാക്കുക. ഉണ്ടേ ഇങ്ങനെ രണ്ടിലും കൂടി ഇടുക. ഇതിങ്ങനെ ഇട്ടിട്ട് ഒരുപോലെ ഇടുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് ഒരുപോലെ ഇടുക. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇതിന് പണിയെടുക്കാനുണ്ട്, 2-3 സ്റ്റെപ്പ് പണിയെടുക്കാനുണ്ട്. ഇതിപ്പോൾ ഒറ്റ സ്റ്റെപ്പിന് നട്ട് കഴിഞ്ഞാൽ പണി തീരൂല. ഇതിനകത്ത് നമുക്ക് പിന്നെയും 2-3 തവണ പിന്നെ പണിയെടുക്കാനുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം ഇത് നോക്ക് നിങ്ങൾ. ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇതെല്ലാവരും ചെയ്യുകയും വേണം. ഇത് നോക്കിയിട്ടെല്ലാം നോക്കിയിട്ട് നട്ടിട്ട് നന്നാകുന്നുണ്ടോ നോക്ക്. കൃഷി എടുക്കുമ്പോൾ എടുത്താൽ നമുക്ക് എല്ലാ അനുഭവം കിട്ടും. നമ്മൾ ആരും അതിന് കൂട്ടാക്കൂല. എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഒന്നാർ കൊണ്ട് കൊത്തി നട്ടിട്ട് എൻ്റെ പച്ചക്കറി അല്ല എൻ്റെ ചേമ്പാണ് അല്ല എൻ്റെ മഞ്ഞളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചേമ്പും മഞ്ഞളൊന്നും ഉണ്ടാവില്ല. അവിടെ നല്ലപോലെ അധ്വാനിക്കണം. നല്ലോണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇതിൻ്റെ വിളയെടുക്കാൻ കഴിയും. ഇതെല്ലാം കൂടി ഇങ്ങനെ വാരിയിട്ട് വാരിയിട്ട് ഇനിയിപ്പം നമുക്കിപ്പം ഇത് പിന്നെ ഇതിൽ ഇട്ടേ ഇത് നടട്ടെ. ഓരോന്ന് ഇതിൽ നടട്ടെ. ഒന്ന് അതിൽ നട, ഒന്ന് ഇതിൽ നട. കണ്ടേ ഇനിയിപ്പോൾ അതിൽ നടാനാ പോകുന്നു. ഇവിടെ വലിയ വിത്താണ്. നല്ലോണം നന്നാവാൻ വേണ്ടിയിട്ടാണ് വലിയ വിത്ത് നടുന്നു. ഇതാ ഇങ്ങനെ ഇട്ട് കണ്ട ഇങ്ങനെ നട്ടു കണ്ട. ഇനിയിപ്പോൾ ഇതും കൂടി നട്ടേ. ഇതാ ഇങ്ങനെ നട്ടു. എനിക്ക് പിന്നെ മേലെ വാരിയിട്ടേ, കുറച്ച് ചുറ്റും വാരിയിട്ടേ. ഉണ്ടാ ഇതിങ്ങനെ ചുറ്റും വാരിയിട്ട് അവിടെ വെക്കുക. അതിന് ശേഷം വെള്ളം നനച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഏത് സമയത്തും നമ്മൾ വെള്ളം നനച്ചിട്ട് ചാക്കിൽ നടുന്നെങ്കിൽ ഇതിനൊരു കാലമൊന്നുമില്ല. പിന്നെ പറമ്പസ്ഥലം നടുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഇടവത്തിലാണ് ചേമ്പ് നടുക. ഇപ്പം അതിലെടുക്ക് നട്ടാൽ ചേമ്പുണ്ടാവില്ല. ചേമ്പുണ്ടാവില്ല എന്നല്ല, ചേമ്പ് വെള്ളം നനക്കാനൊന്നും ആവാണ്ട് അത് പോയി ആരും വെള്ളം നനക്കാനൊന്നും കൂട്ടാക്കൂലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ നട്ടു. ഇങ്ങനെ നട്ടിട്ട് ഉണ്ടോ ഇവിടെ നട്ടില്ലേ. ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇപ്പം ഇത് നട്ടു. ഇനിയിപ്പോൾ ഇത് പല ആളും പല രീതിയിലാണ് നടുക. ഞാനിതിപ്പോൾ ഇങ്ങനെ നട്ടു. വേറെ ആൾ വേറെ സ്ഥലത്ത് വേറെ രീതിയിലാണ് നടുക. പക്ഷേ ഞാൻ നട്ട പോലെ ആയിരിക്കില്ല വേറെ ആൾ നടുന്നത്, ഒരാൾ നട്ട പോലെ ആയിരിക്കില്ല വേറെ ആൾ നടുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ രീതി തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് നടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഈ പണിയോട് തീരൂല, ഇതുകൊണ്ട് തീരൂല. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇത് നട്ടിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരട്ടി പിന്നെ വളവും പിന്നെ ചകിരിച്ചോറും അല്ലെങ്കിൽ മണ്ണ് കൂട്ടുന്നുണ്ട് മണ്ണ് കൂട്ടുക. ചകിരിച്ചോറ് മണ്ണ് കളക്കിച്ചിട്ട് കൂട്ടാൻ കഴിഞ്ഞാൽ മണ്ണ് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അതിപ്പം അതിൻ്റെ അകത്ത് കുറച്ച് വളവും ചകിരിച്ചോറും എല്ലാം കൂടി ഒരട്ടിക്ക് ആദ്യം വെക്കുക. കുറച്ച് തോലും, ഇനിയിപ്പോൾ കുറച്ച് ഉണക്ക തോല് പച്ചത്തോലായാലും ശരി ഉണങ്ങിയ തോലായാലും ശരി 4 ചുറ്റും വെച്ച് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഒരട്ടി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ അതങ്ങ് അമിയുമ്പോൾ കുറച്ചും കൂടി തോലും വെച്ച് കുറച്ചും കൂടി 2-3 അട്ടി ഇനി അതിൻ്റെ മേലെ തോലും വെച്ച് മണ്ണും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 അട്ടി ചേമ്പ് വീഴും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കളിക്കുമ്പോൾ കാണിച്ചു തരാം. അത് നട്ടിട്ട് അതിന് പണിയെടുക്കുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറി പോവുക.
ഒന്നിച്ച് എല്ലാവരും ഇതേപോലെ നടുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നട്ടിട്ട് ആരുടെ വിള കൂടുതലുണ്ടാവുമെന്ന് നോക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക, ഈ കൃഷി ചെയ്യുക. കൃഷി ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം, ചെയ്തവർ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ഓരോ സമയത്തും പണിയെടുക്കുമ്പോൾ ഞാൻ പണിയെടുക്കുമ്പോൾ ആ സമയത്ത് ഇന്ന പണിയെടുക്കണം എന്ന് പറയും. ആ സമയത്ത് നിങ്ങളും പണിയെടുക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാമല്ലോ. സാധാരണ ചാക്കിൽ നട്ടിട്ട് പോയാൽ പോരാ, 3 അട്ടിക്ക് 3 പ്രാവശ്യം വളവും തോലും വെക്കണം. അതാണ് അതിൻ്റെ ഇത്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇനി നാളെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരും.